ഫാൻ ആർട്സ് ഒക്കെ പണ്ടുണ്ടല്ലോ നിറയുമായിരുന്നു ഫാൻ ആർട്സ് ഒക്കെ. ഇപ്പൊ ഒരു അരിയുമില്ല. ഉള്ളേ എടേ ബ്രോ ഫസലേ, നീ കിടിലം തന്നെ ഫസലേ. എടാ നീ നീ വിഷയമാണ് ഫസലേ. കൊള്ളാല്ലേ, അടിപൊളി ബ്രോ. ചന്ദ്ര ഇതെന്താ സാധനം? നിങ്ങൾ കണ്ടില്ലേ ജിംകയുടെ ഇവന്മാരെ ടീഷർട്സ് ഒക്കെ വേറെ ലെവലാ. ഞാൻ സാധനം കാണിച്ചേട്ടാ നിങ്ങൾക്ക്. വെയിറ്റ്, ഞാൻ ഒരു ഐറ്റം കാണിച്ചു തരാം നിങ്ങൾക്ക്. ജിംക ഇസ് എ നെക്സ്റ്റ് ലെവൽ ജിം ബ്രാൻഡ്. നമ്മുടെ കേരളത്തിലെ പക്ക സാധനമാണ്. വെയിറ്റ്, ഐ വിൽ ഷോ യു സംതിങ്. ഞാൻ അവരുടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. Look at this, bro. എടാ വിഷയമാണ് ഇവരുടെ. സീരിയസ് ആയിട്ട് വേണം. ഭയങ്കര ഭയങ്കര ക്വാളിറ്റി മെറ്റീരിയലാ. നോക്കിയേ, നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഗൈസ് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കണം. ഞാൻ ഇത് മാത്രമല്ല ഒരെണ്ണം കൂടി മേടിച്ചായിരുന്നു. അവരുടെ ടാങ്ക് ടോപ്സ് ഭയങ്കര പ്രീമിയം പാക്കിംഗ് ഒക്കെയാണ് കേട്ടാ. ഇതേണ്ട, ആൻഡ് ഇതിന് ഭയങ്കര പ്രൈസ് ഒന്നും വരുന്നില്ല എനിക്ക് തോന്നുന്നു. പൈസ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ദിസ് ഈസ് ഗുഡ് ഗൈസ്. സീരിയസ്ലി നൈസ് ആണ്. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറേ പേരുണ്ട് നമ്മുടെ ചാറ്റിൽ ജിമ്മിലൊക്കെ പോകുന്ന. വൈറ്റ് ഇടാനോ? വൈറ്റ് ഇട്ട് കാണിച്ചു തരാൻ. വൈറ്റില്ല, നിങ്ങളെന്റെ തീം പിടിക്കല്ലേടാ, തീം പിടിക്കല്ലേ. കണ്ടല്ലേ, കുഴപ്പമില്ല. ദിസ് ഈസ് വൈറ്റ് ആക്ച്വലി. വൈറ്റ് വൈറ്റ്. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഭയങ്കര നല്ല ഫിറ്റ് ആ കേസ് ഇവരുടെ. അതാണ് മെയിൻ ആയിട്ട് വാങ്ങിക്കാൻ റീസൺ. അതാണ് ഇവരുടെ ഫിറ്റിംഗ് ഈസ് സോ ഗുഡ്, യുനോ. ഇതിന്റെ റേറ്റ് എത്ര ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേസ്. ഒരു സെക്കൻഡ്. ജിംക അവരുടെ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് അവരുടെ പേജ്. ബ്ലാക്ക് അല്ല ഇട്ടത് കുറച്ചെടുത്ത്. ഓഫർ എന്തുകൊണ്ട് 1499 ആണ് കിടക്കുന്നത് ഈ സാധനം. 1499 ഇത് വർത്താണ് ഗൈസ്. കാരണം ഞാൻ H&M ഇതിന്റെ ഇത് മൊത്തം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഫിറ്റിങ്സ് അടിപൊളിയാണ്, കംഫർട്ട് അടിപൊളിയാണ്, നൈസാണ്. സോ ജിമ്മിൽ പോകുന്നവര് ജസ്റ്റ് ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ആയിക്കോട്ടെ. നിങ്ങളൊന്ന് കോൺഫിഡൻസ് കൂടും നിങ്ങളുടെ. ഓക്കെ.
എന്തായാലും I like this. I like this very much. 200 രൂപ കിട്ടുന്നത് ഇത്രയൊക്കെ ഉള്ള ക്വാളിറ്റി. കൊള്ളാം, എനിക്ക് വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നൈസ് വീഡിയോ. നൈസ്. ഇവരെ കോണ്ടൻസ് കണ്ടുണ്ടോ നിങ്ങളുടെ? ഇതിട്ടാ മസിൽ വരുമോ ബ്രോ? ഇതിട്ടാ മസിൽ ഒന്നും വരത്തില്ല ബ്രോ. നമുക്ക് ജിമ്മിൽ പോ നല്ലൊരു മോട്ടിവേഷൻ ആണ്, മനസ്സിലായില്ലേ? ഇത് വെച്ചാൽ മസിലൊക്കെ വരുമെന്ന് വെച്ചാൽ നീ മണ്ടനാണ്. ഒരു മൂഡ് വരും നമുക്ക് ജിമ്മിൽ പോവാൻ, മനസ്സിലായ? നല്ല ഔട്ട്ഫിറ്റ് ഒക്കെ ഇടുമ്പോൾ അതൊരു കോൺഫിഡൻസ് ആണത്. ഇവന്മാരെ കോണ്ടൻസ് എല്ലാം നല്ല രസമാണ് ഇവർ ചെയ്തേക്കണേ. ജിംകയുടെ പേജിൽ കയറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ ഇവന്മാരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കോണ്ടന്റും. നൈസ്. ഇതെന്തോന്ന് മെന്നെണ്ണ നോക്കിയേ. ഞാൻ വരൂല കേട്ടോ, അമ്മാരെ കൊണ്ടുപോക്കോ. എനിക്ക് പെൺപിള്ളെ കുഞ്ഞൊക്കെ ഉള്ളോണ്ടേ വീട്ടിൽ നിന്ന് വിടൂല എന്നെ. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. പേടിത്തൂറി കള്ളനവൻ. ഇതൊക്കെ എന്തോടാ ഇതൊക്കെ? സൂര്യക്ക് നിക്കറില്ല. വാട്ട് ഈസ് ദിസ്? ഗോഗോക്ക് വയസ്സാകുമ്പോ ഇങ്ങനെ ഇരിക്കല്ലേ? മെഞ്ഞാളെ ഇത്രയും കഷണ്ടി ആയിരിക്കും. ഞാനും വയസ്സാകുമ്പോ ഇത്രയും കഷണ്ടി ആയിരിക്കും. ഇവിടെ വയസ്സാകുമ്പോ തെറ്റാണ്, മനസ്സിലായില്ലേ? തെറ്റാണ്. വയസ്സാകുമ്പോ നമ്മളെ മുടി കൊഴിയും. ഒരു കാറ്റിലുമായി കലരാതെ, ഒരു വീർപ്പിലുമാർ തുലയാതെ, കരളെ കുളിരായ കിനാവേ നോവേ തേനേ. ഞാൻ ആദ്യമായിട്ട് കണ്ട വേൾഡ് കപ്പ്. ഈ വർഷം കപ്പ് ആര് തൂക്കും? ലോ കണ്ണന്മാരുടെ പിയർ ഇറങ്ങിയാട്ടാ. കണ്ണാപ്പി അവനെ വിടൂല. Grupo Pozão, do jeito que o bande gosta. Vai, joga o rabetão. ഇനി ഡിസ്കോഡ് ഭരണമായിരിക്കും കണ്ണാപ്പേട്ടാ. ഇതെന്ത് ബീറ്റ് ഇട്ടേക്കണേ? കണ്ണാപ്പി ഇല്ല ആളില്ല. ബോബ നിർത്തില്ലട്ടാ. വെച്ചാടി എന്റെ ബോബയോടെ ഇത്. വണ്ടി ക്ലിയർ ആളിയാ ചക്കര ഒറ്റ ദിവസം കൊണ്ട് താടി വന്നോ? ഒലിവിയ, ഓ ഇവിടെ വന്നിട്ട് നമ്മളൊന്നൊരു മൈൻഡില്ലല്ലോ ഒലിവിയ. ഞാൻ പോന്നു ഓ ഞാൻ പോവാന്ന്. ആ കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല. ആ മോബിയല്ലേ, മോബിക്കൊന്നും അറിയത്തില്ലേ? അയ്യോ അനദർ യൂണിവേഴ്സ്. ഒന്നും പറയല്ല.
സി ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നിട്ടുണ്ടല്ലോ ക്ലാസ് എടുത്ത് കൊടുക്കാൻ. ഇത് റൊണാൾഡോന്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ട്രോൾസ് ആൻഡ് മീംസ് ക്രിയേറ്റ് ചെയ്യാവോ? റൊണാൾഡോ ഫാൻസിന് അത് വിഷമാവത്തില്ലേ? ബ്രോ, ഡു യു ഹാവ് എനി ഐഡിയ വാട്ട് വി ഹാവ് ഗോൺ ത്രൂ അണ്ടിൽ 2021? വെയിറ്റ്, ഞാനൊരു ക്ലിപ്പ് കാണിച്ചു തരാം. നിങ്ങൾ മാക്സിമം അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ, കൊടുത്ത അടിയെ തിരുപ്പി തരണോ, കൊളുത്ത എളിയെ കൊളുപ്പ കുറയ്ക്കണോ, അടുത്ത നൊടിതാ നനച്ച മാറി കോൺട്രോസ് വേണ്ട. ഇതെന്റെ അടുത്തൊരു ഫേവറേറ്റ് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. നമ്മൾ എത്ര പേര് പുള്ളിയെ ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് പുള്ളിയുടെ കോണ്ടന്റ്സ് ഒക്കെ കാണാൻ. ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്രിയേറ്റീവ് കോണ്ടന്റ്സ് ചെയ്യുന്ന ഒരു ഇതാണ് അവരുടെ പേജ്. ഹാരിസ് എന്തെറ്റി ഒന്നുമില്ലട്ടോ, വണ്ടി ഓഫ് ആയി പോയതാണ്. അത് ശരിയാവോട്ടാ. ഒരു കാര്യം ചെയ്യ്, വളർന്ന് സംസാരിച്ചിരിക്കാം. ചേട്ടൻ മറ്റേതാണോ? അല്ല, ഈ ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ടാവണ കണ്ടങ്ങനെ പോകുന്നുണ്ട. എടാ, നിന്റെ മുഖം കണ്ട് വിഷമം പോയിട്ട് ഞാൻ വന്നേ. എന്റെ വണ്ടി അപ്പുറത്ത് കേടായി കിടക്കുന്നുണ്ട്. ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, ശരിയാക്കും. നിന്റെ അനുസരിക്കല്ലേ, നീ വാ സംസാരിക്ക. നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഒന്ന് പോയേട്ടോ, അദ്ദേഹത്തിന് ഇവിടെ വേടടിച്ചിരിക്കണേ. എടാ, നീ ചോദിക്കേണ്ടതുണ്ട്, ചോദിച്ചാണ്. എന്റെ പൊന്നോ, ആണുങ്ങൾക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റൂലേ? അപ്പോൾക്കും മറ്റേതായി ബി പോസിറ്റീവ്. എന്നോട് ബി നെഗറ്റീവായിട്ട് നിൽക്കണ്ടില്ലേ? ബി പോസിറ്റീവ് മാൻ. ഒന്ന് പറയണ്ടേട്ടാ, പഠിക്കാൻ തന്ന ക്യാഷിനൊക്കെ അടിച്ചു വിളിച്ചിടണം. ഇപ്പൊ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്, ആകെ ബാഡാണ്. അതൊക്കെ ശരിയാവടാ. ഞാൻ ചോദിക്കട്ടെ, ചേട്ടന്റെ പർപ്പസ് എന്താണ്? എനിക്ക് പർപ്പസ് ഒന്നുമില്ലടാ. എനിക്കൊരു കുട്ടിയെ ഇഷ്ടമായിരുന്നു. സുന്ദരിയായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു. പക്ഷെ അവള് മരിച്ചു. ഇപ്പൊ ഞാനിങ്ങനെ നിരാശകാമനായിട്ട് നടക്കേ. ചേട്ടന് വിഷമൊക്കെ പുറത്താണിക്കാണ്ടിരിക്കാൻ അറിയാലേ? ഇത് വിഷമോടാ. ആ പിന്നെ, ഇന്നെന്റെ ബർത്ത്ഡേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എത്ര വയസ്സായി? എത്ര ഉണ്ടാവും? ഒരു 30-35. 30? ഇനി ഓർക്കണോ? ഒരു 10-25. 206. ഒന്ന് പോയ ഇനിയാണോ ചേഞ്ച് ആവും നോക്കിക്കോണേ. ആളെ കളിയാക്കാൻ 206. Just let this go. സീൻ കാണണ്ട അല്ലേ? ക്രിയേറ്റിവിറ്റി എന്താ പറയണ്ട, ക്രിയേറ്റിവിറ്റി. ചെക്കൻ പൊളിയാണ്. യെസ് യെസ്. അവിടെ കുത്താൻ പറഞ്ഞപ്പോഴേക്കും എല്ലാരും അവിടെ കുത്തി അടിച്ചു. ഞാൻ പിന്നെ കറങ്ങി അവരുടെ ബാക്കിൽ പോയി കുത്തി. ഇറ്റാച്ചി ഒരു പിക്ക് എടുത്തിട്ടുണ്ട് സിദ്ധു. ഇറ്റാച്ചിയുടെ അടുത്തൊരു പിക്ക്, ഇറ്റാച്ചിയുടെ മൂന്നാമത്തെ പിക്ക്. ഇറ്റാച്ചി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇറ്റാച്ചി ഒരു പിക്ക്. ഇറ്റാച്ചി ബാക്ക് ഓൺ പ്രൈം അല്ലേ? കുറച്ച് ദിവസമായിട്ട് വാറിലൊക്കെ നല്ല 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 ഇതാണ് ഇറ്റാച്ചിയുടെ സൈഡിൽ നിന്ന്. ഒരു പടം വരുന്നത്. വണ്ടികൾ ആരത്? സാധനല്ലേ ഇത്? കള്ളൻ.
കണ്ടുണ്ട് ഇത്. ദ ഇൻവിസിബിൾ ഗൊറില്ല എക്സ്പെരിമെന്റ്. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റഫർ സൈമൺസ് ആൻഡ് ഡാനിയൽ സബ്രിസ് ഒരുമിച്ച് ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു ചെറിയ വീഡിയോ കാണിച്ചു. അതിൽ ബ്ലാക്ക് ഡ്രസ് ഇട്ട ഒരു ടീം ഉണ്ടായിരുന്നു, വൈറ്റ് ഡ്രസ് ഇട്ട ഒരു ടീം ഉണ്ടായിരുന്നു. ആൻഡ് അവർക്ക് കൊടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈറ്റ് ഡ്രസ് ഇട്ട ടീം എത്ര പ്രാവശ്യം ബോൾ പാസ് ചെയ്യേണ്ടെന്ന് കൗണ്ട് ചെയ്യാനായിരുന്നു. ആൻഡ് ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഈ വീഡിയോയുടെ ഇടയിൽ ഗൊറില്ലെ പോലെ ഡ്രസ് ചെയ്ത ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതിൽ 50% പേരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? ഐ വിൽ പ്രൂവ് യു. ഞാൻ 5 വരെ കൗണ്ട് ചെയ്യാം. അതിനുള്ളിൽ 5 റെഡ് കളറിലുള്ള സാധനങ്ങൾ നോട്ടീസ് ചെയ്യാം. ഓക്കെ, 1 2 3 4 and 5. ഇനി കണ്ണടച്ച് നീല നിറത്തിലുള്ള സാധനങ്ങൾ ഓർക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. യു കാണ്ട്. കാരണം നമ്മുടെ ബ്രെയിൻ ആവശ്യമുള്ളത് മാത്രം ഫോക്കസ് ചെയ്യുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അവോയ്ഡ് ചെയ്യും. ലുക്കിംഗ് ഈസ് നോട്ട് വാട്ട് വി സീ. നോക്കണതെല്ലാം നമ്മൾ കാണണില്ല. ലൈക്ക് വൈസ് നമ്മുടെ ലൈഫിൽ കുറേ സ്ട്രഗിൾ ഉണ്ടാവും. നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ പോലും നമ്മൾ അതൊന്നും കാണില്ല. സോ ഫോക്കസ് ഓൺ ഗുഡ് തിങ്സ് ആൻഡ് സീ ഹൗ ലൈഫ് റിവാർഡ്സ് യു വിത്ത് ഓപ്പർച്യൂണിറ്റീസ്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ഡു ഫോളോ മീ. ആർക്കൊക്കെ ഇവിടെ മോട്ടിവേറ്റഡ് ആവാണ്ടിരുന്നിട്ടുണ്ട് ഇവിടെ ഇന്നത്തെ ദിവസം? ഇന്നത്തെ മോട്ടിവേഷൻ ആയില്ലേ നിങ്ങൾക്ക്? ഇതൊരു നല്ല മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, എല്ലാവരും തന്നെ. എന്നെ പേടിപ്പിക്കാൻ ഇതൊന്നും പോരെ സാറേ. ചെറിയ ഗുണ്ടായുസം പോലും മെൻഷൻ ചെയ്യാതെ എന്ത് വാറുണ്ട് സാറേ. പിന്നെ ഈ കിടതാപ്പ് കൊണ്ടുവരുന്നവൻ ഇത്രയും സ്റ്റാറൊന്നും പോരാ, കുറെ കൂടെ സ്റ്റാർ ഇതിൽ ഒപ്പിട്ടവനായാലും മതി. ഇത് ചെയ്യാനാ? Haters will say this is PR. നീക്കം വിളിക്കുന്ന വീസിയില്ല. അളിയ വന്നാ? അളിയാ വീസിയില്ലേ? അളിയാ ആ അളിയ ഞാൻ എന്താളിയ പോസ്റ്റ് ആക്കുന്ന എന്നെ? സിറ്റിയിലാടാ. അല്ലല്ല, എനിക്ക് ലൈവ് ഇട്ടത് പരിചയം അറിഞ്ഞൂടെ? ആ ഓക്കെ. അളിയ ഗൈസ് അവൻ കുറച്ച് ഷൈ ആണ്. നീകൻ ലൈവ് ഇടുമ്പോ കുറച്ച് ഷൈ ആണ്. അത് ഭയങ്കര ശരിയാണ്. ഭയങ്കര ഷൈ ആണ്. കാണു. ഞാൻ കുറച്ച് 2-3 ഇതുകൂടി കണ്ടിട്ടങ്ങ് ഇറങ്ങും. അളിയ ഇത് അളിയന്റെ You are Eagle Gaming, right? We really like your videos. Oh, thanks. By the way, are you free on Friday night? No, I have a wife. കറക്റ്റ് പറഞ്ഞല്ലേ? പറയുന്നല്ലേ അളിയ? അല്ലടാ, ചെയ്തേക്കണോ? കറക്റ്റ് ചെയ്തോടാ. പക്ഷെ കണ്ണും പൂട്ടി പറയാം ഇത് ആണെന്ന്. തിരിഞ്ഞിരുന്നാലും ഞാൻ പറയും ഇത് ആണെന്ന്. ഈകളുടെ കുട്ടി വരെ കറക്റ്റ്. കാരണം അങ്ങനെയല്ല, ഈ കൊച്ചു ബാക്കിൽ നിന്ന് കൈവക്കി കാണിച്ചാലും കുഴപ്പവും. ശരിയാണല്ലോ. എന്നെ ലാസ്റ്റ് എന്തിനാണ് കൊണ്ട് പ്രതിഷ്ഠിച്ചത്? എന്ത് കാര്യമുണ്ട് ഇത്? ബാബു അല്ലേ പ്രാർത്ഥിക്കണേ? ആരെ വന്നാട്ടെ, ഇടിക്കാൻ വന്നോട്ടാ ഒരു കൂട്ടം ആൾക്കാർ. അതേപോലെ തന്നെ തിരിച്ചു വാങ്ങിച്ചിട്ട് വന്നു. അളിയ ഡ്രീമറെ, ഹലോ 24. നോ ബ്രോ, നോ 24 അല്ല, 25 ആയിരുന്നു എൻ്റെ കയ്യിൽ. അതൊക്കെ വിറ്റടാ, അതൊക്കെ വിറ്റ് പുട്ടടിച്ച്. എന്തിനു പറയണേ? നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ നിൽക്കൂ ബ്രോ. നമ്മളപ്പം തന്നെ വിൽക്കൂലേ? ഒരു സാധനം നിൽക്കൂലല്ലോ. ആ ബ്രോ, മോഡ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? PC ഇൻസ്റ്റാൾ ആക്കാനോ? എന്ത് ഇൻസ്റ്റാഗ്രാമാ? ഇല്ല, PC സേഫ് അല്ല. എൻ്റെ PC ഒട്ടും സേഫ് അല്ല, അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യില്ല ബ്രോ. എന്ന് വെച്ചാൽ എൻ്റെ PC ഫുൾ ഞാൻ ഹാക്കഡ് സാധനങ്ങൾ കയറ്റി വെച്ചേക്കുക. I'm a hacker, you know. Hacker.
ജാക്കി മോനെ വെൽക്കം ടു ദ സ്ട്രീം. നമ്മുടെ ജാക്കി അളിയാ അവരില്ലേ? ഈ ജാക്കിമോൻ അളിയാ? 2315 ഏ? നമ്മുടെ ജാക്കിമോനാണോ ഈ ജാക്കിമോൻ? ആ അതെ. ആണല്ലേ? എന്നാ പോയി. He is Mr. Nobody, but definitely somebody. Classy, sleek. പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും സെക്കൻഡ് ധാർ കൊടുക്കാലോ ഉണ്ടോ? അളെ സെക്കൻഡ് ഹാൻഡ് താരം എന്റെ ഫ്രണ്ടിനെ ഉണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ? ഉണ്ടെങ്കിൽ അവന്റെ അടുത്ത് എനിക്ക് EMI കയറാൻ പറ. അവനോട് EMI-ക്കാ? അളിയ എന്തിനാ സെക്കൻഡ് അടിക്കണേ? പുതിയ പുതിയതിന്റെ അച്ഛൻ കാശ് തരും എനിക്ക് പിന്നെ. അളിയാ അതിനുള്ള വകുപ്പൊക്കെ നമ്മുടെ ഉണ്ട്. ആ ഇതാര്? ഓ പ്രോപ്പർ 3 ടാപ്പ്. പ്രോപ്പർ 3 ടാപ്പ് അത് ടെക്നിക്കൽ. അവിടെ നീലിനാണെങ്കിൽ ഇവിടെ കൊമ്പൻ രണ്ടുപേരുടെ ഉണ്ടെങ്കിൽ എത്തുന്നില്ലെങ്കിലും ഇരുന്ന് വെടി വെക്കുന്നുണ്ട്. മധുബാലിന്റെ ഇടയിൽ ഈ പക്കുവിന്റെ കമന്ററിയുടെ ആവശ്യമായിട്ടോ നമുക്ക്. സ്വന്തം ടീം ഒരേതാണെങ്കിലും ഒറ്റയ്ക്ക് ഒരു കൊമ്പനാനെ പോലെ നിൽക്കുന്ന കേടാ. കൂട്ടത്തിലുള്ള കൊമ്പനയല്ല, കൂട്ടം തെറ്റിയ കൊമ്പനെയാണ് പേടിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കുന്നത്. അതെ, പരന്തുവാസും ടീമും പരന്തുവാസിന്റെ ഒരു ഡ്രിഫ്റ്റ്. എന്ത് ചെയ്യണം ചോദിക്കുന്നത്? എന്തൊരു ചെയ്യണം? എന്തായാലും ചെയ്യണം. കമന്റ് കൊള്ളാം. അതൊക്കെ കാണാ കൊമ്പാച്ചന്റെ ഒരു ഐക്യു ലെവൽ ഗെയിം പ്ലാൻ. ശരിക്കും എന്താണ് പ്ലാൻ കേട്ടോ? ശരിക്കുള്ള പ്ലാൻ അതല്ലായിരുന്നു. കൊമ്പൻ അവിടെ തെറ്റി. കാരണം നീലനാടാ. പെണ്ണില്ല എനിക്ക്. പെണ്ണില്ല എന്ന് പറഞ്ഞോണ്ട് 1500 വാച്ചിങ് ഉണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണ് അതിനകത്ത് കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ആശാനകത്ത് പറഞ്ഞത്. ബാഡ് ടെലികാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട് പിള്ളേര്. ഞാൻ ഈ യൂണിവേഴ്സിറ്റി കേറിയിട്ടില്ല. റോങ് പിള്ളേര്, എല്ലാം റോങ് പിള്ളേര്. സിറ്റി കയറാം. ഞാൻ ഇന്ന് അധികം നോക്കാൻ സമയമില്ല. നമുക്ക് സിറ്റി കയറാം. സിറ്റിയിലാ?